ഹായ് ഓൾ എല്ലാവർക്കും ബിറ്റ്കോയിൻ്റെയും ഗോൾഡിൻ്റെയും ഒരു അടിപൊളി പ്രീ മാർക്കറ്റ് അനാലിസിസിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഓണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീക്കിലി അനാലിസിസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വീക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഗോൾഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന മൂവ്മെൻറ്റ്സിൻ്റെ ഏകദേശം 7% മൂവ്മെൻറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. അവിടെ ആരെങ്കിലും റേറ്റ്സും കാര്യങ്ങളും ഇനിഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ ഹ്യൂജ് പ്രോഫിറ്റിലായിരിക്കും ഇപ്പോൾ കറൻലി നിൽക്കുന്നത്. ആൻഡ് അടുത്ത വീക്കിലോട്ട് ബിറ്റ്കോയിൻ്റെയും ഗോൾഡിൻ്റെയും അനാലിസിസിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന അനാലിസിസും കാര്യങ്ങളിലും നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ പ്രോഫിറ്റബിൾ ആവണേ. അല്ലാണ്ട് ഞാനൊരു ഏരിയ പറഞ്ഞു, ഞാനൊരു സപ്പോർട്ട് പറഞ്ഞു, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പറഞ്ഞു, അത് ബ്രേക്ക് ചെയ്യുമ്പോൾ അപ്സൈഡിലോട്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആരും പോയി ട്രേഡ് എടുക്കണ്ട. അങ്ങനെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നേക്കുന്നതെങ്കിൽ ഇനി ആരും ഈ വീഡിയോ കാണണ്ട. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ ഒരു അനാലിസിസും കാര്യങ്ങളിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രോഫിറ്റബിൾ ആവും. ഓക്കെ, അപ്പോൾ അടുത്ത വീക്കിലോട്ട് ബിറ്റ്കോയിൻ്റെ ഗോൾഡ് അനാലിസിസ് എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ തന്നെ നമുക്ക് ബിറ്റ്കോയിൻ്റെ ചാർട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ബിറ്റ്കോയിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു ഈ ഒരു ഏരിയ. അതിൻ്റെ കറൻ്റ്ലി നോക്കുവാണെങ്കിൽ പ്രൈസ് ഇപ്പോൾ ഈ ഒരു ഏരിയയുടെ മുകളിലാണ്. ഈ ഒരു ഏരിയയുടെ മുകളിൽ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് അപ്പ് സൈഡിലോട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. അതല്ല പ്രൈസ് ഇവിടുന്ന് റിജക്ഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലോട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ആൻഡ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിലാണ്. ആൻഡ് ഇനി അതൊരു സപ്പോർട്ട് അറ്റാക്ക് ചെയ്യും. ഓക്കെ, അതിൻ്റെ നെക്സ്റ്റ് വീക്കിലോട്ടുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളും എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത് പറയാം. ഓക്കെ, ഞാനിവിടെ നേരെ 4 ടൈം ഫ്രെയിമിലോട്ട് ഞാനിവിടെ സ്വിച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, 4 ടൈം ഫ്രെയിമിലെ ചാർട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് മേജർ ആയിട്ടുള്ളൊരു നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ഏരിയ വരുന്നത് ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് പ്രൈസ് വരുന്ന 1,17,370 മുതൽ 1,16,737 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചാണ് നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ വരുന്നത്. അതിൻ്റെ നെക്സ്റ്റ് പ്രൈസ് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അപ്പ് സൈഡിലോട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതാണ് ഞാൻ അടുത്ത വീക്കിലോട്ട് വെച്ചേക്കണ ഒരു ഫസ്റ്റ് മൂവ്മെൻറ്റ്. അതിൻ്റെ നെക്സ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു മൂവ്മെൻറ്റ്സ്, അഥവാ പ്രൈസ് ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഇവിടുന്ന് പ്രൈസ് റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ നേരത്തെ ഡെയിലി ടൈം ഫ്രെയിമിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയയിലോട്ട് തന്നെയായിരിക്കും. അത് ഓൾമോസ്റ്റ് ഒരു 1,11,977 മുതൽ 1,10,572 എന്ന് പറഞ്ഞ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലോട്ടായിരിക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് അപ്സൈഡിലോട്ട് ഉള്ള മൂവ്മെൻറ്റ് തരുന്ന കുറച്ച് ചാർട്ട് പാറ്റേൺസും കാര്യങ്ങളും നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ അടുത്തത് എന്താണ് ആ ഒരു പാറ്റേൺ എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഞാനിവിടെ നേരെ ഡെയിലി ടൈം ഫ്രെയിമിൽ ചാർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നൊരു ട്രെൻഡ് ലൈൻ എനിക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ റെസിസ്റ്റൻസ്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് ലൈനും എനിക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നോക്കുവാണെങ്കിൽ പ്രൈസ് ഈ ഒരു ഏരിയക്കകത്ത് കിടന്ന സപ്പോർട്ടും അതുപോലെ തന്നെ റെസിസ്റ്റൻസും എടുത്ത് അതിൻ്റെ പ്രൈസ് ഇപ്പോൾ കറൻ്റ്ലി നോക്കുവാണെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ ഏരിയ ബ്രേക്ക് ചെയ്ത് അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ ഈ ഒരു ചാർട്ട് പാറ്റേൺ ഏതാണെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറഞ്ഞുതരാം. അതിനുശേഷം വീഡിയോ ഒന്ന് വന്നേരെ. ഓക്കെ, ഇതിൻ്റെ പേരാണ് ഫാളിംഗ് വെഡ്ജ് എന്ന് പറഞ്ഞ ഒരു പാറ്റേൺ. നോക്കുവാണെങ്കിൽ ഇതാണ് ആ പാറ്റേൺ. ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ്. നമ്മുടെ ഒരു അപ്സൈഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡിനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഇപ്പോഴും ഒരു നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലാണ് നമ്മൾ കറൻ്റ് നിൽക്കുന്നത്. അതിൻ്റെ ജസ്റ്റ് പ്രൈസ് ഇവിടെ ജസ്റ്റ് ഒന്ന് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഇവിടെ ഒരു ചാർട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്തു. അതാണ് ഈ ഒരു ചാർട്ട് പാറ്റേൺ ആണ് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ പാറ്റേൺ, ഒരു ഫാളിംഗ് വെഡ്ജ് എന്ന് പറയുന്ന പാറ്റേൺ. ആൻഡ് ഈ ഒരു ഫാളിംഗ് വെഡ്ജ് എന്ന് പറഞ്ഞ പാറ്റേണെ വെച്ച് നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് മൂവ്മെൻറ്റ് നെക്സ്റ്റ് ടാർഗറ്റും കാര്യങ്ങളും വരുന്നത് ഇതിൻ്റെ സപ്പോർട്ട് മുതൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് വരെയുള്ള ഈ ഒരു ഏരിയ ആണ് നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് വെക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഓൾ ടൈം ഹൈയിലോട്ടുള്ളൊരു മൂവ്മെൻറ്റും കാര്യങ്ങളുമാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലോട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ചാർട്ട് പാറ്റേൺ വെച്ചുകൊണ്ട്. അത് ഓൾമോസ്റ്റ് നോക്കുവാണെങ്കിൽ 1,24,622 മുതൽ 1,23,253 എന്ന് പറഞ്ഞ പ്രൈസ് റേഞ്ചിലോട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതിൻ്റെ നെക്സ്റ്റ് നമുക്ക് ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേനെ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് എന്താണ് ഗോൾഡിൻ്റെ നെക്സ്റ്റ് വീക്കിലോട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഗോൾഡിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വീക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ആണിത്.
ആൻഡ് പ്രൈസ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് കാണാൻ പറ്റും എന്നായിരുന്നു പറഞ്ഞത്. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി നോക്കുവാണെങ്കിൽ വളരെ വലിയ പ്രോഫിറ്റും കാര്യങ്ങളും ട്രേഡ് എടുത്തവർക്ക് കിട്ടിക്കാണും. അത്രയും മൊമെൻറ്റം നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് പ്രൈസ് ബ്രേക്ക് ചെയ്തതോടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൈസ് ഈ ഒരു ഏരിയ ഓൾമോസ്റ്റ് ഒരു 3373 എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് കണ്ടിന്യൂസ്ലി ആണ് ഇവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു ഇപ്പം നിൽക്കുന്ന ഒരു പ്രൈസ് റേഞ്ചിലോട്ട് ഏകദേശം 3642 എന്ന് പറഞ്ഞ ഈ ഒരു പ്രൈസ് വരെ പ്രൈസ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള റീട്രേസ്മെന്റ് നടത്താതെയാണ് പ്രൈസ് കണ്ടിന്യൂസ്ലി അപ്സൈഡിൽ പോയേക്കണേ. ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കണം, പ്രൈസ് ഒരു റീട്രേസ്മെന്റ് നടത്തി ആൻഡ് നല്ലൊരു മൂവ്മെന്റ് നടത്തി, പിന്നീട് റീട്രേസ്മെന്റ് നടത്തി, പിന്നെ ഒരു നല്ല മൂവ്മെന്റ് നടത്തി, ഇങ്ങനെ ആയിരിക്കണം പ്രൈസ് എപ്പോഴും പോകേണ്ടത്. നല്ലൊരു മൊമെന്റ് ഒറ്റയടിക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ പ്രൈസ് തിരിച്ചു വരും. അപ്പോൾ പ്രൈസ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീട്രേസ്മെന്റ് നടത്തി ഇങ്ങനെയായിരിക്കണം പ്രൈസ് അപ്സൈഡിലോട്ട് പോകേണ്ടത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, ഒരു പ്രോപ്പർ റീട്രേസ്മെന്റ് ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഇവിടുന്ന് പ്രൈസ് കണ്ടിന്യൂസ്ലി ആണ് അപ്സൈഡിൽ പോയേക്കണേ. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ആവേണ്ടത്, ജസ്റ്റ് പ്രൈസ് ഒന്ന് റീട്രേസ് ആവണം. ഇവിടെ ഉണ്ടായിരുന്ന വീക്കായിട്ടുള്ള ബയേഴ്സിനെ എല്ലാം പുറത്തോട്ട് കൊണ്ടുപോകണം. ആൻഡ് അതിനുശേഷമായിരിക്കണം പ്രൈസിന് അപ്സൈഡിലോട്ട് പോകാൻ പറ്റുള്ളൂ. ആൻഡ് ഇനി നമുക്ക് ഒരു വെരി ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റീട്രേസ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡൗൺ മൂവ്മെന്റ് ആയിരിക്കും നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനുശേഷം ആയിരിക്കണം നമുക്ക് നല്ലൊരു അപ്സൈഡിലോട്ടൊരു മൊമെന്റം കാണാൻ പറ്റുന്നത്. ആൻഡ് അതുപോലെ ഞാൻ ഇവിടെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്റർ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻഡിക്കേറ്റർ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഞാൻ നമ്മുടെ ഒരു 2-3 വീക്ക് മുമ്പുള്ള ഒരു വീക്ക്ലി അനാലിസിസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ മാർക്കറ്റിന്റെ സ്ട്രെങ്ത്തിനെയാണ്, ഒരു സെല്ലേഴ്സിൻ്റെയും ബയേഴ്സിൻ്റെയും തമ്മിലുള്ള ഒരു സ്ട്രെങ്ത്തിനെയാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ഇൻഡിക്കേറ്റർ നോക്കുവാണെങ്കിൽ ഒരു RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഒരു 70ക്ക് മുകളിലാണെങ്കിൽ ഇതൊരു ഓവർ ബോട്ട്, ആൾക്കാർ കൂടുതൽ മേടിച്ചു ആൻഡ് ഇനി സെല്ലേഴ്സ് ആണ് ആക്റ്റീവ് ആകാൻ പോകുന്നത് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അതുപോലെ തന്നെ ഇതൊരു RSI 30ക്ക് താഴെയാണ് പ്രൈസ് ഇപ്പം നിൽക്കുന്നതെങ്കിൽ അതൊരു ഓവർ സോൾഡ് ആയി പോയി ആൻഡ് ഇനി ബയേഴ്സ് ആണ് ആക്റ്റീവ് ആകാൻ പോകുന്നത് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പം കറൻ്റ്ലി നോക്കുവാണെങ്കിൽ RSI ഇവിടെ നമുക്ക് ഓവർ ബോട്ടായിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു ഏരിയ ആണ് നമുക്ക് 70 ആൻഡ് ഈ ഒരു 70ക്ക് മുകളിലാണ് പ്രൈസ് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ഒരു പ്രോപ്പർ റീട്രേസ്മെന്റ് നടത്തിയിട്ടില്ല. ഇത് നമുക്കൊരു ഡൗൺ സൈഡ് മൊമെന്റം കാണാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു RSI വെച്ച് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഫോർവേഡ് ടൈം ഫ്രെയിമിലോട്ട് ഞാൻ നേരെ സ്വിച്ച് ചെയ്യുന്നുണ്ട്. നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയ ആണ് നെക്സ്റ്റ് നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 3386 മുതൽ 3576 എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് ഏരിയ ആണ് നമുക്ക് വരുന്നത്. അതിൻ്റെ പ്രൈസ് ഇവിടുന്ന് ഡൗൺ ആവുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഏരിയ വരെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതല്ല പ്രൈസ് ഇവിടുന്ന് അപ്സൈഡിലോട്ട് പോവുകയാണെങ്കിൽ പുതിയൊരു ഓൾ ടൈം ഹൈ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വീക്കിലോട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു എക്സ്പെക്റ്റേഷൻ തരുന്ന, അപ്സൈഡിലോട്ട് എക്സ്പെക്റ്റേഷൻ തരുന്ന കുറച്ച് ചാർട്ട് പാറ്റേൺസ് ഞാനിവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം. ഞാൻ നേരെ ഇതൊരു 1 hour ടൈം ഫ്രെയിമിലോട്ട് ഞാൻ സ്വിച്ച് ചെയ്യുന്നുണ്ട്. ഒരു റെസിസ്റ്റൻസ് ആയിട്ടുള്ളൊരു ട്രെൻഡ് ലൈൻ ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഞാനിവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നൊരു ട്രെൻഡ് ലൈനും ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1, 2, 3 ഒരു 3 തവണയോളം നല്ല രീതിയിൽ സപ്പോർട്ട് തരികയും അതുപോലെ തന്നെ 1, 2, 3, 4 ഒരു 4 തവണയോളം നല്ല രീതിയിൽ റെസിസ്റ്റൻസും തരുന്ന ഒരു ഏരിയയാണ് നമുക്ക് ഈ ഒരു ഏരിയ. അപ്പോൾ ഇതൊരു നല്ലൊരു ഏരിയ ആണ്, ഒരു നല്ലൊരു സപ്പോർട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ റെസിസ്റ്റൻസും ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രെൻഡ് ലൈൻ ഏരിയ ആണ് നമുക്കിവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വന്നിട്ടുണ്ടോ? നമ്മൾ കഴിഞ്ഞ ബിറ്റ്കോയിനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സെയിം പാറ്റേണും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ നമുക്ക് 1 hourൽ കിട്ടിയിരിക്കുന്നത്. എന്താണ്, ഫാളിംഗ് വെഡ്ജ് പാറ്റേൺ, ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ് ഇത്. ഒരു അപ്സൈഡിലോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഉള്ള ചാൻസ് കാണിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു ഫാളിംഗ് വെഡ്ജ് എന്ന് പറഞ്ഞ പാറ്റേൺ. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി പ്രൈസ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്തു. ആൻഡ് ഇതിൻ്റെ ടാർഗറ്റ് വരുന്നത് എങ്ങോട്ടാണ്, ഇതിൻ്റെ സപ്പോർട്ട് മുതൽ റെസിസ്റ്റൻസ് വരെയുള്ള ഈ ഒരു ഏരിയ വരെയുള്ള ഒരു ടാർഗറ്റും കാര്യങ്ങളും ആയിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് ഓൾമോസ്റ്റ് വരുന്ന നമ്മുടെ പുതിയ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 3678 എന്ന് പറഞ്ഞ ആ റേഞ്ചിലോട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും ഈ ഒരു പാറ്റേൺ ബേസ് ചെയ്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്.
അപ്പോൾ ഈ ഒരു ചാർട്ട് മാറ്റാനും കാര്യങ്ങളും എല്ലാവരും നോക്കി വെച്ചേക്കുക. അപ്പോൾ ഇതാണ് ഞാൻ ഗോൾഡിൽ ഞാൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന അടുത്ത വീക്കിലോട്ട് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് അടുത്ത വീക്കിലോട്ടുള്ള മേജർ ആയിട്ടുള്ള ന്യൂസ് നോക്കുവാണെങ്കിൽ ട്യൂസ്ഡേ സെപ്റ്റംബർ 16 6 PM നോക്കുകയാണെങ്കിൽ കോർ റീറ്റെയിൽ സെയിൽസ് എണ്ണം ആൻഡ് റീറ്റെയിൽ സെയിൽസ് എണ്ണം എന്ന് പറഞ്ഞാൽ 2 ഇമ്പാക്ട് ന്യൂസ് ഉണ്ട്. ആൻഡ് മാത്സിൻ്റെ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് 20:30 PM ഫെഡറൽ ഫണ്ട്സ് റേറ്റും ആൻഡ് ഫോമിക് എക്കോണമിക് പ്രൊജക്ഷൻസും എക്കോണമിക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 3 ന്യൂസ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും മേജർ ആയിട്ട് നോക്കേണ്ട ഒരു ന്യൂസാണ് ഫെഡറൽ ഫണ്ട്സ് റേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ന്യൂസ്. കാരണം നമ്മുടെ US ബാങ്കിങ് മറ്റുള്ള ആൾക്കാർക്ക് ഫണ്ട് ലെൻഡ് ചെയ്യാൻ കൊടുക്കുന്നു അല്ലെങ്കിൽ കടം കൊടുക്കുന്നു. ആ ഒരു കടം കൊടുക്കുന്ന എമൗണ്ടിന് ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് അവർ ഫിക്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നതാണ് ഈ ഒരു ഫെഡറൽ ഫണ്ട്സ് റേറ്റ്. അത് കുറയ്ക്കാനാണ് സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ഏകദേശം -0.25 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. റേറ്റ് കട്ട് ചെയ്യാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു -0.25 ആണെങ്കിൽ നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റൊക്കെ വളരെ ബൂമായിട്ടായിരിക്കും നമ്മൾ അന്നത്തെ ദിവസം നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ -0.50 കൂടെ 50 അതിന് മുകളിലൊക്കെ ആണെങ്കിൽ വളരെ വലിയ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും നമുക്ക് ബിറ്റ്കോയിനും മറ്റുള്ള കറൻസീസിനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫെഡറൽ ഫണ്ട്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ന്യൂസ് എന്തായാലും നോക്കി വെച്ചേക്കാം. ഓക്കെ, ആൻഡ് തേഴ്സ്ഡേ നോക്കുവാണെങ്കിൽ സെപ്റ്റംബർ 18 ഫോമിക് പ്രസ് കോൺഫറൻസും ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസും. ഈ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാർക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസാണ് ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് 6 PM വരുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസും കാര്യങ്ങളും നിങ്ങൾ എന്തായാലും മേജറായിട്ട് നോക്കി വെച്ചേക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി. നമ്മുടെ ഈ ഒരു ന്യൂസിൻ്റെ ഈ ഒരു പോർഷനാണ് മേജറായിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു പോർഷൻ. ട്രേഡിംഗ് തുടങ്ങി എൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാൻ നോക്കാത്ത ഒരു ഫീൽഡാണ് ഈ ഒരു ന്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ. ഞാൻ എൻ്റെ ഈ ഒരു ടൈമിൽ ഞാൻ ഈ ന്യൂസും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ എൻ്റെ അന്നത്തെ ഒരു 3 വർഷം ബാക്ക് നോക്കുവാണെങ്കിൽ എൻ്റെ ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലോസ് ആയിട്ടുള്ള മേജറായിട്ടുള്ള റീസൺ ഈ ഒരു ന്യൂസും കാര്യങ്ങളുമാണ്. അന്ന് എനിക്ക് ന്യൂസും കാര്യങ്ങളും എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് അറിയത്തില്ല, എപ്പോഴാണ് ന്യൂസെന്ന് അറിയത്തില്ല. ഇന്നാണ് എനിക്ക് അതെല്ലാം അറിയാം. ഈ ഒരു ന്യൂസും കാര്യങ്ങളും നമ്മൾ ആദ്യം എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷം വേണം ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലാണ്ട് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ല നമ്മൾ ന്യൂസ് നോക്കേണ്ടത്. ആദ്യം എന്തൊക്കെയാണ് ന്യൂസ് എന്ന് മനസ്സിലാക്കുക, നെക്സ്റ്റ് ട്രേഡിങ് തുടങ്ങുക ആ ഒരു ന്യൂസിൻ്റെ ബേസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ന്യൂസും കാര്യങ്ങളും എല്ലാവരും നോക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് നമ്മുടെ ചാനൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എൻ്റെ അടുത്തൊരു അടിപൊളി വീക്ക് അനാലിസിസിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം.